1 ദിനവൃത്താന്തം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യദൂഥിന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നെഥന്യാവ്, അശരേല, യദൂഥ്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യദൂഥൂന്റെ കീഴിൽ ഗദല്യാവ്, സെരി, യെശയ്യാവ്, ഹശബ്യാവ്, മഥിത്യാവ് എന്നിങ്ങനെ യദൂഥൂന്റെ പുത്രന്മാർ 6 പേർ. ഹേമാന്യരോ ബൂഖിയാവ്, മഥന്യാവ്, ഉസിയേൽ, യെബൂവേൽ, യെരിമോത്ത്, ഹനന്യാവ്, ഹനാനി, ഏലിയാഥ, ഗദൽത്തി, രോമംതി, ഏസർ, യോശ്, ബെക്കാശ, മല്ലോഥി, ഹോഥീർ, മഹസിയോത്ത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ. ഇവർ എല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പുയർത്തേണ്ടതിനു ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവർ എല്ലാവരും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദൂഥൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലും ആയിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. 1-ാമത്തെ ചീട്ട് ആസാഫിനു വേണ്ടി യോസെഫിന് വന്നു. 2-ാമത്തേത് ഗദല്യാവിന് വന്നു. അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി 12 പേർ. 3-ാമത്തേത് സക്കൂരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 4-ാമത്തേത് ഇസ്രിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 5-ാമത്തേത് കെഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 6-ാമത്തേത് ബുഖിയാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 7-ാമത്തേത് യെശരേലയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 8-ാമത്തേത് യെശയ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 9-ാമത്തേത് മഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 10-ാമത്തേത് ശിമെയിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 11-ാമത്തേത് അസരേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 12-ാമത്തേത് ഹശബ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 13-ാമത്തേത് ശുബായേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 14-ാമത്തേത് മഥിത്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 15-ാമത്തേത് യെരിമോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 16-ാമത്തേത് ഹനന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 17-ാമത്തേത് യോശ്ബെക്കേശയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 18-ാമത്തേത് ഹനാനിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 19-ാമത്തേത് മല്ലോഥിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 20-ാമത്തേത് എലിയാഥയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 21-ാമത്തേത് ഹോഥീരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 22-ാമത്തേത് ഗിദൽതിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 24-ാമത്തേത് രോമംതി ഏസേറിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ.